ഹലോ ഗൈസ്, എന്തൊക്കെയുണ്ട്? ഇന്ന് ഞങ്ങൾ ഡൽഹിയിൽ വന്നിട്ട് രണ്ടാമത്തെ ദിവസം. ഇവിടെ നിങ്ങൾക്ക് രാവിലെ എണീക്കാനായിട്ട് പ്രത്യേകിച്ച് അലാറം ഒന്നും വെക്കേണ്ട ആവശ്യമില്ല. രാവിലെ തന്നെ നിങ്ങൾക്ക് എണീക്കാനായിട്ട് ഇവിടുത്തെ വണ്ടികളുടെ സൗണ്ട് തന്നെ ധാരാളം. അങ്ങനെ പല്ലേച്ച് കുളിച്ച് കൂട്ടപ്പനെ ഡോർ അടച്ച് നേരെ റിസപ്ഷൻ. ഇന്ന് ഉച്ചയ്ക്ക് 12 മണിക്കാണ് ഇവിടുത്തെ റൂം ചെക്കൗട്ട് ചെയ്ത് പോകണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പൊ അയാളുടെ കൈയും കാലം പിടിച്ച് 500 കൊടുത്ത് 8 മണിയായിട്ട് റൂം എക്സ്ചേഞ്ച് ചെയ്തു. അടുത്തുള്ള മെട്രോ സ്റ്റേഷനിലേക്ക് 1.5 കിലോമീറ്ററോളം എന്ന് പറഞ്ഞാൽ ഇപ്പൊ നടക്കാൻ തീരുമാനിച്ചു. മാപ്പ് നോക്കി അതൊക്കെ ചേരി കൂടെ പോകണ കാരണം ഇങ്ങനെ കുറെ കാഴ്ചകളൊക്കെ ഞങ്ങൾക്ക് കാണാൻ പറ്റും. അങ്ങനെ ഇപ്പൊ ടിക്കറ്റ് എടുത്ത് സ്കാൻ ചെയ്ത് മെട്രോ കയറി. ഡൽഹിയിൽ പിന്നെ ഒരുവിധം മിക്ക സ്ഥലത്ത് മെട്രോ ഉള്ള കാരണം ചില സ്ഥലത്തേക്കൊക്കെ പോകാൻ വേണ്ടി മെട്രോ മാറി കയറി വരും. അങ്ങനെ ഞങ്ങൾ മെട്രോ ഇറങ്ങി അടുത്ത കണക്ടർ മെട്രോ പിടിക്കാനായിട്ട് വയലറ്റ് ലൈൻ കീപ്പ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കും. അങ്ങനെ ഞാൻ വീണ്ടും ഒരു മെട്രോയിൽ കയറി ഇപ്പൊ പോകാൻ പോകുന്നത് ജമാ മസ്ജിദിലേക്ക്. പിന്നെ അതിന്റെ അടുത്ത് തന്നെ ഉള്ള കബൂത്തർ മാർക്കറ്റ്. ഇവിടെ നിങ്ങൾക്ക് വരണമെന്നുണ്ടെങ്കിൽ ഒരു കഴിവ്, എന്തും വില പേശി വാങ്ങാനുള്ള കഴിവ്. ഇവിടുത്തെ ചീപ്പായിട്ട് ഇന്ത്യയിൽ നിന്ന് വേറെ ഒന്നും വാങ്ങാൻ പറ്റും എനിക്ക് തോന്നുന്നു. ക്യാമറ മൊബൈൽ വാച്ച് തേങ്ങ വാങ്ങാന്ന് പറഞ്ഞ എല്ലാ സാധനങ്ങളും കൂടി. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ മിക്ക സാധനങ്ങളും നല്ലോണം ബാർഗൻ ചെയ്ത് നിങ്ങൾക്ക് വീട്ടിൽ കൊണ്ടുപോകാൻ പറ്റും. ഈ കാണുന്ന വാച്ചിനൊക്കെ വെറും 50 ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഇവിടെ കിടക്കുന്ന കണ്ണാടകളൊക്കെ പക്ക ഒറിജിനൽ 2000-3000 കേട്ടോ ഈ കാണുന്ന ക്യാമറയ്ക്കൊക്കെ. തൽക്കാലം അവനൊരു ഷൂ ഞാൻ ഒരു പാന്റ് എടുത്ത് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ഉച്ചയായതുകൊണ്ട് ഞങ്ങൾക്ക് വിശക്കണോട് വയറ് നിറച്ചിട്ട് അടുത്ത സ്ഥലത്ത് പോകാന്ന് വെച്ചു. റോഡിന്റെ സൈഡിലായിട്ട് ഒരു ചേട്ടൻ ബിരിയാണി വിൽക്കണുണ്ട്. അവിടെ നിന്ന് ഒരു ബിരിയാണി വെച്ച് 2 ആൾ കൈയിട്ട് വരി തിന്നിട്ട് ഞങ്ങൾ അവിടെ നിന്ന് കുഴപ്പമുണ്ടായിരുന്നില്ല. ഒരു ഏവറേജ് ബിരിയാണി. അവിടെ പിന്നെ നേരെ പോയത് ജമാ മസ്ജിദ് കാണാനാട്ടോ. അവിടുത്തെ ടൈമിക്ക് കാലെടുത്ത് വെച്ച കാലുപൊളി തവിട് പൊടിയാണ് കാരണം അവിടെ വെച്ച് മാറ്റുമോനാണ് ഇപ്പൊ നടന്നു പോകുന്നത്. ഇവരാണെങ്കിൽ ആൽക്ക് പിടിച്ച വെള്ളത്തിലാണ് കൈയും കാലൊക്കെ കഴിയുണ്ട്. എന്തായാലേ ഇവിടെ നിന്ന് വെയിൽ സഹിക്കാൻ പറ്റാത്ത കാരണം ഇപ്പൊ അടുത്ത സ്ഥലത്തേക്ക് പോകാൻ നിൽക്കുക. അവിടെ നിന്ന് ഒരു സർവത്ത് വാങ്ങിച്ചു പിടിച്ച് ഞങ്ങൾ പിന്നെ പോയത് റെഡ് ഫോർട്ട് കാണാൻ. ഡൽഹിയിലെ റെഡ് ഫോർട്ട് ഞാൻ ആദ്യമായിട്ടാ നേരിട്ട് കാണും. ഇതിന്റെ ഉള്ളിൽ കയറാൻ പറ്റില്ല എനിക്ക് അവിടെ ചെന്നപ്പോഴാണ് മനസ്സിലായി. ഇതിന്റെ മുമ്പിലാണെങ്കിൽ ഒടുക്കത്ത് തിരക്കാം. വണ്ടികളുടെ ഹോണടിയും ബഹളം കാരണം ഞങ്ങൾ അപ്പൊ തന്നെ അവിടെ നിന്ന് സ്കൂട്ടി അങ്ങനെ സ്ട്രേറ്റ് കൂടെ നടന്നു പോകുമ്പോൾ ഇങ്ങനെ ഒരു കാഴ്ച കാണും. അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് നാളെ വരാം. അപ്പൊ ഓക്കെ ബൈ.